നവരാത്രി ഉത്സവം തുടങ്ങി, ശരത്കാല നവരാത്രി ഉത്സവം തുടങ്ങി. അമ്മ പരാശക്തി, ആദി പരാശക്തി അനുഗ്രഹം ചൊരിയാൻ വന്നു. മക്കൾക്കനുഗ്രഹം ചൊരിയാൻ വന്നു. നവരാത്രി ഉത്സവം തുടങ്ങി, ശരത്കാല നവരാത്രി ഉത്സവം തുടങ്ങി. പ്രകൃതിയാം ദേവി അണിഞ്ഞൊരുങ്ങി, ഭക്തഹൃദയങ്ങൾ ആനന്ദലഹരിയിലാറാടി. നവരാത്രി ഉത്സവം തുടങ്ങി, ശാരദ നവരാത്രി ആഘോഷം തുടങ്ങി. അമ്മ പരാശക്തി, ആദി പരാശക്തി അനുഗ്രഹമേകാൻ വന്നു. മക്കൾക്ക് ശക്തി പകരാനായി വന്നു. നവരാത്രി ഉത്സവം തുടങ്ങി, ശരത്കാല നവരാത്രി ഉത്സവം തുടങ്ങി. വൈവിധ്യമാണമ്മ, സൗന്ദര്യമാണമ്മ, സമസ്ത പ്രപഞ്ചവും അമ്മ. ഈ കാണായതെല്ലാമേ അമ്മ തന്നെ, നമ്മുടെ ദേഹവും അമ്മ തന്നെ. ഉള്ളിലിരിക്കുന്ന ആത്മാവ് ശിവനും, രണ്ടിനെയും ചേർത്തു നിർത്തുന്നു വിഷ്ണു. സ്ഥിതികാരകനായ വിഷ്ണു ദേഹത്തെ നന്നായി സംരക്ഷിച്ചിടുകയാണ് യഥാർത്ഥമാം ദേവി പൂജ. പ്രകൃതിയാം അമ്മയെ നന്നായി അറിഞ്ഞിടാൻ നവരാത്രി പൂജകൾ ചെയ്തിടാം നാം. നവരാത്രി പൂജകൾ ചെയ്തിടാം നാം. അമ്മ നൽകിയിടും ഉപദേശം കൈക്കൊണ്ട് ജീവിതം ധന്യമാക്കിയിടണം നാം. ജീവിതം ധന്യമാക്കിയിടണം നാം. അമ്മേ ദുർഗേ പാർവതി ദേവി, ആദി പരാശക്തി കൈതൊഴുന്നേൻ. അമ്മേ ആദി പരാശക്തി കൈതൊഴുന്നേൻ. ഒന്നാം ദിനത്തിൽ ശൈലപുത്രിയായി അമ്മയെ ആരാധിച്ചിടുന്നു നാം. ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്നിടണം, പർവ്വതം പോലെ ഇളകാതിരിക്കണം. ശുദ്ധിയും നിശ്ചയദാർഢ്യവും വേണം, വാക്മനോകായങ്ങൾ ശുദ്ധമായിരണം. ഭക്തിയുണ്ടാക്കാൻ ശ്രമിക്കേണ്ട നമ്മൾ, ശ്രദ്ധയുണ്ടാവാൻ ശ്രമിച്ചിടേണം. ശ്രദ്ധയുണ്ടെങ്കിലോ ഭക്തി താനേ വരും. ശൈലപുത്രിയമ്മേ കൈതൊഴുന്നേൻ, ശൈലപുത്രിയമ്മേ കൈതൊഴുന്നേൻ. രണ്ടാം ദിനത്തിൽ ബ്രഹ്മചാരിണിയായി അമ്മയെ പൂജിച്ചിടുന്നു നമ്മൾ. സ്ത്രീരൂപമെടുത്തൊരു തപസ്സാണ് ദേവി, കർമ്മത്തെ കത്തിക്കലാണ് തപം. സ്വാധ്യായം വേണം, അച്ചടക്കം വേണം, ചിട്ടയുണ്ടാവേണം ജീവിതത്തിൽ. അശരണരായവർക്ക് വേണ്ട സേവയും ചെയ്തിടേണമെന്നോർത്തിടേണം. ബ്രഹ്മചാരിണി ദേവി കൈതൊഴുന്നേൻ, അമ്മേ ബ്രഹ്മചാരിണി ദേവി കൈതൊഴുന്നേൻ. മൂന്നാം ദിനത്തിൽ ചന്ദ്രഘണ്ഠാദേവി ശക്തിയും ധൈര്യവും നൽകുമമ്മ. ശാന്തതയോടുള്ള ധൈര്യം. അമ്മയെ പ്രാർത്ഥിച്ചിടുമെങ്കിൽ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോവും. ചന്ദ്രഘണ്ഠാദേവി കൈതൊഴുന്നേൻ, അമ്മേ ചന്ദ്രഘണ്ഠാദേവി കൈതൊഴുന്നേൻ. നാലാം ദിനത്തിൽ കൂഷ്മാണ്ഡദേവി ശുദ്ധിയോടെ ദേവി തേജോമയി. സൃഷ്ടിതൻ തേജസ്സാകുന്നു അമ്മ,
കൂഷ്മാണ്ഡദേവി പുഞ്ചിരി തൂകിയാൽ പ്രപഞ്ചങ്ങളുണ്ടായിടുന്നു. ധർമ്മത്തിൻ്റെ ചിരി എല്ലാറ്റിലും പടർത്തിയിടുവാൻ അമ്മ പറഞ്ഞിടുന്നു. കൂഷ്മാണ്ഡദേവി കൈതൊഴുന്നേൻ, അമ്മേ കൂഷ്മാണ്ഡദേവി കൈതൊഴുന്നേൻ. 5-ാം ദിനത്തിലോ സ്കന്ദമാതാവായി അമ്മയെ പൂജിച്ചിടുന്നു നമ്മൾ. ഇച്ഛാശക്തി സ്വരൂപനായിടുന്ന സ്കന്ദനെ മടിയിലിരുത്തിയമ്മ ദയയും കരുണയും കാട്ടുവാനും തൻ്റെ ധർമ്മത്തെ വരും തലമുറയ്ക്കായി പകർന്നിടുവാനും പറഞ്ഞിടുന്നു. സ്കന്ദമാതാദേവി കൈതൊഴുന്നേൻ, അമ്മേ സ്കന്ദമാതാദേവി കൈതൊഴുന്നേൻ. 6-ാമതായി കാത്യായനീ ദേവി, യുദ്ധത്തിൻ ദേവതയായൊരമ്മ. വീണ്ടി വന്നാൽ വാളെടുക്കുവാനും ആണത്തം കാട്ടാനും ഊതുന്നമ്മ. ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തിടാൻ പറയുന്നമ്മ. കാത്യായനീ ദേവി കൈതൊഴുന്നേൻ, അമ്മേ കാത്യായനീ ദേവി കുമ്പിടുന്നേൻ. 7-ാം ദിനത്തിൽ അതിരുദ്രരൂപയം കാളരാത്രിയായി പൂജ ചെയ്വൂ. ഭയമുള്ളതിലും മറപ്പുള്ളതിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്നമ്മ. ഓരോ പ്രതിസന്ധിയിലും തളരാതെ ഉണർന്നിരിക്കാനമ്മ ഊതിടുന്നു. കാളരാത്രി ദേവി കൈതൊഴുന്നേൻ, അമ്മേ കാളരാത്രി ദേവി കുമ്പിടുന്നേൻ. 8-ാം ദിനത്തിൽ യുദ്ധം കഴിഞ്ഞമ്മ ഗൗരിയായി ദർശനം നൽകിടുന്നു. ശുദ്ധിയും നവീകരണവും വേണമെന്നമ്മ നമ്മെ പഠിപ്പിച്ചിടുന്നു. സുന്ദരിയാണമ്മ, ശാന്തയും സൗമ്യയും സ്വർണവർണ്ണമുള്ള ഗൗരി ദേവി. തൂവെള്ള വസ്ത്രം ധരിച്ച ദേവി, അമ്മേ നമിക്കുന്നു പാദങ്ങളിൽ, അമ്മേ നമിക്കുന്നു പാദങ്ങളിൽ. 9-ാം നാളിൽ സിദ്ധിദാത്രിയായി ദർശനം നൽകുന്നു അമ്മ. സമ്പൂർണമായി സമർപ്പണം വേണം, സ്വന്തം ശരീരം സമർപ്പിക്കണം. പുത്തനാശയങ്ങൾ ഉടലെടുക്കുമ്പോൾ ദേവി സരസ്വതി വന്നിടുന്നു. ആശയങ്ങളുടെ ഒഴുക്കാണമ്മ. അമ്മേ സരസ്വതി വാഗ്ദേവതേ ദേവി, വിദ്യാപ്രദായിനി കൈതൊഴുന്നേൻ. സർവകലാവല്ലഭി എൻ്റെ അമ്മേ, കുമ്പിടുന്നേൻ തവ പാദങ്ങളിൽ, കുമ്പിടുന്നേൻ തവ പാദങ്ങളിൽ. അമ്മേ ദുർഗേ പാർവതി ദേവി, ആദിപരാശക്തി കൈതൊഴുന്നേൻ, അമ്മേ ആദിപരാശക്തി കൈതൊഴുന്നേൻ. സമസ്താപരാധം പൊറുത്തിടേണം, വിദ്യയും ശക്തിയും നൽകിടേണം, അമ്മേ വിദ്യയും ശക്തിയും നൽകിടേണം, അമ്മേ വിദ്യയും ശക്തിയും നൽകിടേണം, അമ്മേ വിദ്യയും ശക്തിയും നൽകിടേണം, അമ്മേ വിദ്യയും ശക്തിയും നൽകിടേണം.